ഹലോ. അപ്പോൾ നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നു. 2 ദിവസമായി വന്നിട്ട്. അപ്പം അത് കഴിഞ്ഞ് ചെയ്യുന്ന ആദ്യത്തെ വ്ളോഗാണ്. ഇന്ന് സൺഡേ ആണ്, 22 ആണെന്ന് തോന്നുന്നു സെപ്റ്റംബർ. അപ്പോൾ നാളെ മൺഡേ 23 ശ്രീക്കും എല്ലാവർക്കും സ്കൂളൊക്കെ തുറക്കുന്ന ദിവസമാണ്. അപ്പോൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ഷോപ്പിൽ പോയി. ഇന്നിപ്പോൾ ഏട്ടനാണ് പോയേക്കുന്നത്. ഇന്നും കൂടി ചെറിയൊരു റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാനും ശ്രീയും കൂടെ അതാ വീട്ടിലോട്ട് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറേ ദിവസമായി വീട്ടിൽ പോയിട്ട്. ഓണത്തിൻ്റെ അന്ന് പോയതാണ്. ഇപ്പോൾ ട്രിപ്പിന് പോകുന്നതിന് മുന്നായിട്ട് പോയത്, അത് കഴിഞ്ഞിട്ട് കണ്ടില്ല. അപ്പോൾ ഇന്നലെ ഞങ്ങളൊന്ന് പോകാമെന്ന് പ്ലാൻ ചെയ്ത്, അപ്പോൾ നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ശ്രീയും കൂടെ അതാ ഇപ്പോൾ പോവുകയാണ്. ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ശ്രീയെ കാണുമ്പം എന്താണ് എക്സൈറ്റ്മെൻ്റ് എന്ന് നമുക്ക് നോക്കാം. ചിലപ്പോൾ ഭയങ്കര എക്സ്പ്രഷൻസ് ഒന്നും കാണില്ല. കാരണം നമ്മുടെ അറിയാമല്ലോ, പേരൻസൊക്കെ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ കാണാമെന്ന് പറഞ്ഞാൽ എക്സ്പ്രസീവ് അല്ലല്ലോ. നമ്മൾക്ക് ഉള്ളിൽ ആ ഒരു വെയിറ്റിംഗ് ഉണ്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇന്നലെ എന്നെ വിളിച്ചു, ഇന്നും വിളിച്ചു. ഇവനിങ്ങനെ മടി പിടിച്ച് ഇവിടെ കാർട്ടൂണൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പയ്യെ ഈവനിങ് ആയപ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാർട്ടൂണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആൾ മുങ്ങി. അപ്പോൾ നാളെ മുതൽ ഇനി ശ്രീക്കും സ്കൂളിൽ പോകണം. റെസ്റ്റൊക്കെ കഴിഞ്ഞ്. ട്രിപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ശ്രീക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ട്രിപ്പൊക്കെ ശ്രീക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് എന്തായാലും ഇറങ്ങാം. എന്തോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് പമ്പിലോട്ട് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ നമ്മൾ കാറിൽ കയറിയപ്പോൾ നോക്കിയപ്പം പെട്രോൾ കുറച്ച് കുറവാണ്. അപ്പം നമ്മൾ പെട്രോളൊക്കെ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഒരു സൂര്യൻ ശ്രീയെ അങ്ങ് ഡിസ്റ്റർബ് ചെയ്യുകയാണ്. കണ്ണിലോട്ട് വെട്ടം അടിച്ചിട്ട്. സൂര്യനോട് പിണങ്ങിയിരിക്കുവാണോ? ഓ, കവർ ചെയ്ത് വെക്കാൻ പോവാണോ? എന്നിട്ട് ഇത് അടച്ചു വെക്കുമ്പോൾ ഇത് പൊങ്ങത്തില്ലേ? അപ്പുറത്തെ റോഡിലോട്ട് കയറുമ്പോ വലിയ വിഷയം കാണത്തില്ല ശ്രീമോനെ. ഇവിടെ ഡ്രൈവിംഗിലാണ്. സോ ഞാനാണെങ്കിൽ അമ്മയ്ക്ക് പിടിച്ചു കൊടുക്കുക. വീഡിയോ എടുത്തു തരുവാണോ? ശ്രീ ആണെങ്കിലേ വീഡിയോസ് ഒക്കെ എടുത്തു തരാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പേർട്ട് ആണല്ലേ. ഞാന് ഒരു ദിവസമാണെങ്കിൽ ഗ്രീൻ ഹോട്ടലിൽ ഒരു വീഡിയോ എടുത്തായിരുന്നു. ഗ്രീൻ ടീ ഹോട്ടലില. അതിന്റെ വീഡിയോസ് ഇനി ഞങ്ങൾ പുറകെ വരുന്നതായിരിക്കും കേട്ടോ. നമ്മള് എവിടെ ആയിരുന്നത്? മൂന്നാറ്. ഞങ്ങൾ മൂന്നാർ എത്തിയ സമയത്ത് നമ്മള് ഗ്രീൻ ടീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലായിരുന്നു താമസിച്ചത്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഔട്ട് വരുന്നതിന് മുന്നേ ആ വീഡിയോ ഔട്ട് വരും. അപ്പൊ അതിനകത്തില് ശ്രീ ഹോട്ടലിന്റെ ഇൻട്രോയും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ശ്രീക്ക് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞു വീഡിയോ ചെയ്യാൻ. അപ്പൊ അങ്ങനെ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇനി ശ്രീവാവയുടെ വീഡിയോസും ഈ വ്ളോഗ്സിനകത്തിൽ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാരും കാണണം, ശ്രീനെ സപ്പോർട്ട് ചെയ്യണം അല്ലേ. ഞാനില്ലേ, എനിക്ക് ഇഷ്ടമായ ഹോട്ടൽ ഇഷ്ടമായേ? നല്ല ഹോട്ടലായിരുന്നു. പക്ഷെ മറ്റേ ഹോട്ടലാണെങ്കിൽ ഇല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെയും കാശിയുടെയും റൂം ഞങ്ങളുടെ മേലില് അവരുടെ താഴെ. അത് നമ്മള് മറ്റേ എന്തായിരുന്നു പറയുന്നേ, ഏതായിരുന്നു സ്ഥലം? ഏതായിരുന്നു അത്? കൊടൈക്കനാൽ. അത് തന്നെ. കൊടൈക്കനാലില് നമ്മൾ സ്റ്റേ ചെയ്തെടുത്ത് നോർമലി നമ്മൾ തൊട്ടപ്പുറം ഇപ്പുറം ഉള്ള റൂംസ് ആണ് നമ്മൾ എടുക്കാറുള്ളത്. അപ്പം ഇപ്രാവശ്യം അവിടെ അനിയനും വൈഫും ഫാമിലിയും ഒക്കെ കൊടൈക്കനാലിൽ എത്തിയപ്പോഴത്തേക്ക് അവർക്ക് താഴെയും നമുക്ക് മുകളിലുള്ള രീതിയിലാണ് റൂംസ് കിട്ടിയത്. അങ്ങനെ റൂംസ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഇവിടെ. അപ്പൊ അങ്ങനെ എടുത്തത്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് കളിക്കാനും ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അലമ്പാനും ഒന്നും പറ്റിയില്ല. അപ്പൊ അതുകൊണ്ടിട്ട് അവർക്ക് രണ്ടുപേർക്കും അവിടുത്തെ റൂം ഇഷ്ടമായില്ലെന്നാണ് പറയുന്നത്. തണുപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീ കൊടൈക്കനാലിലെ? കൊള്ളാമോ? കണ്ടിട്ടില്ലേ, ഞാനൊരു എന്തു വരുന്നത് അത് വിചാരിച്ച് അന്റാർട്ടിക്ക പോണോന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അന്റാർട്ടിക്കയിലൊക്കെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് കൊടൈക്കനാൽ എത്തിയപ്പോ കൊടൈക്കനാലിന്റെ തണുപ്പ് കൊണ്ട് വയ്യ. അപ്പൊ ഞാൻ വന്ന് പിന്നെ എങ്ങനെ അന്റാർട്ടിക്ക പോകുന്നത്?
അത് അന്റാർട്ടിക്കയിൽ ഇത്രയും തണുപ്പില്ല എന്നൊക്കെയാണ് ശ്രീ പറയുന്നത്. ശ്രീ എന്നെ വലുതാവുമ്പോ അന്റാർട്ടിക്കയിലൊക്കെ കൊണ്ടുപോകുന്നും പറഞ്ഞ് ഞാനിങ്ങനെ സന്തോഷിച്ചൊക്കെ ഇരിക്കുവായിരുന്നു. എന്തോ ചെയ്യാനെന്ന് പറയാ, കാടേക്കനാലിൽ പോയപ്പോഴത്തേക്ക് തണുപ്പ് കണ്ടിട്ട് ഇനി അങ്ങോട്ട് പോകുന്നില്ലെന്നും പറഞ്ഞിരിക്കുവാ ശ്രീ, ഇല്ലയോ? അതാ ശ്രീ പോവോ അന്റാർട്ടിക്കയില്? അന്റാർട്ടിക്കയില് എന്നിട്ട് ഡാഡി ഒരിടത്ത് പറഞ്ഞായിരുന്നല്ലോ, ഒരു ദിവസം ആണെങ്കി ചൂട് എന്നിട്ട് എല്ലാ ദിവസവും തണുപ്പ്. അതെവിടാ? അതെ ആണെങ്കി എന്തുവായിരുന്നു, അത് ഏതാ സ്ഥലം? ഒരു ദിവസം ചൂട് വന്നിട്ട് ബാക്കി എല്ലാ ദിവസവും തണുപ്പുള്ള സ്ഥലം? ഇല്ല, ഐസൊക്കെ ഉള്ള ജമ്മു കാശ്മീരോ? ആ, ജമ്മു കാശ്മീര്. ഞാനില്ലേ അടുത്ത ട്രിപ്പിന് ഞാൻ ജമ്മു കാശ്മീരാ പോകുന്നത്. ജമ്മു കാശ്മീർ ഒരു ദിവസം ചൂടും ബാക്കിയുള്ള ഡേയില് തണുപ്പും അല്ല. പിന്നെ ജമ്മു കാശ്മീരിലും ഭയങ്കര തണുപ്പാണ്, 6-7 മാസം ഭയങ്കര തണുപ്പാണ്. അത് കുഴപ്പമില്ല. അത് കൊടൈക്കനാലിനേക്കാളും തണുപ്പാണ്. അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല, ഐസൊക്കെ വീഴും, തണുത്ത് ഫ്രീസ് ആവും, ഫ്രീസർ പോലെ. അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. പക്ഷെ കൊടൈക്കനാലാണെങ്കിൽ എനിക്ക് ഇഷ്ടമായില്ല. ഞങ്ങളുടെ റൂംസ് മേലിൽ തരുമ്പോയി. എന്നിട്ട് കൊടൈക്കനാലിൽ ഒരു ദിവസം ഞാൻ ആണെങ്കിൽ അമ്മീനെ പ്രാങ്ക് ചെയ്തായിരുന്നു അല്ലേ? ഞാൻ അമ്മയോട് പറഞ്ഞ് ചെരുപ്പ് മാറുന്നു. ഞാൻ പറഞ്ഞ അമ്മയോട് ചെരുപ്പ് മാറാൻ അമ്മ പേടിച്ചത്. ഞാൻ പ്രാങ്ക് അത് റൂമിലെത്തിയിട്ട് ശ്രീ എന്റെ അടുത്ത് പറഞ്ഞു, അമ്മ ആ ചെരുപ്പ് അവിടെ ഊരി ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെച്ച് റൂമിലെത്തിയത് കൊണ്ട് ഇവൻ പറഞ്ഞായിരിക്കും നമ്മള് പുറത്തിട്ട ചെരുപ്പല്ലേന്ന് വിചാരിച്ചു. പക്ഷെ ഇവൻ പറഞ്ഞത് തറയ്ക്ക് ഭയങ്കര തണുപ്പായിരുന്നു. ഞാൻ ഇവൻ പറയുന്ന കേട്ടോണ്ട് ചെരുപ്പൊക്കെ ഊരി ഇട്ടിട്ട് അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാലൊക്കെ ഒരുമാതിരി ഐസായി. അങ്ങനെ ഇവൻ എന്നെ പ്രാങ്ക് ചെയ്തു. അത് ശ്രീവാട് ഒരു പ്രാങ്ക് ആയിരുന്നെന്ന് ഞാൻ ഇപ്പഴാ അറിഞ്ഞത് കേട്ടോ. ഓക്കെ, അടുത്ത ദിവസം ഞാൻ പ്രാങ്ക് ചെയ്തില്ലേ? ഓക്കെ. ഹായ്, നമ്മളാണെങ്കിൽ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയി, എൻ്റെ അച്ഛൻ്റെ അമ്മയും. സോ നമ്മളാണെങ്കിൽ ഞങ്ങളുടെ ട്രിപ്പ് ഞങ്ങളാണെങ്കിൽ തിരിച്ചു വന്ന് തേഴ്സ്ഡേയിലായിരുന്നു. അത് തേഴ്സ്ഡേ 19 സെപ്റ്റംബർ. സോ ഞങ്ങൾ ജസ്റ്റ് എടുത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾക്ക് തിരിച്ചാണെങ്കിൽ ബഹറിന് പോവാം. എന്നിട്ട് എന്നെ കൊണ്ടുപോയില്ല. ഈ മടിയന്മാര് അമ്മയും അച്ഛയും ഒത്തിരി മടിയന്മാരാ. എപ്പോഴെങ്കിലും ആണെങ്കിൽ ലീവ് വന്നാൽ അവ ഉടനെ തന്നെ മടിയെടുക്കും നമ്മളുടെ ട്രിപ്പ് തീർന്നാലും. ശ്രീ ഇപ്പൊ അപ്പുറത്തോട്ട് പോകാൻ ശ്രീക്ക് മടിയല്ലേ? ഇപ്പുറത്ത് അമ്മാമ്മയുടെ വീട്ടിലോട്ടൊന്ന് പോകാൻ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീക്ക് മടിയാ. കാണാണെങ്കിൽ എന്നെ ആണെങ്കിൽ ബഹറിനില് കൊണ്ടുപോയില്ലല്ലോ ട്രിപ്പ് തീർന്നിട്ട്. അതുകൊണ്ടാണ് ഞാൻ അമ്മാമ്മയുടെ വീട്ടിൽ പോവാത്ത. അപ്പൊ ഞങ്ങളാണെങ്കിൽ അമ്മാമ്മയുടെ വീട്ടിൽ എത്താറായി. തിരിച്ച് അകത്ത് കയറിയോ? അങ്ങനെ ശ്രീ വരുമ്പോൾ ഉള്ള രണ്ടുപേരുടെ എക്സ്പ്രഷൻ എടുക്കണമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ വന്നപ്പോഴേ അമ്മയൊക്കെ വന്ന് എക്സ്പ്രഷൻ ഇട്ടിട്ട് അകത്ത് പോയി. എനിക്ക് എന്താ വണ്ടി ഓടിച്ച് അകത്ത് കയറ്റേണ്ടതുകൊണ്ട് എനിക്ക് അന്നേരം പെട്ടെന്ന് ക്യാമറ എടുത്തത് എടുക്കാൻ പറ്റിയില്ല. അമ്മ പിന്നെ തൂക്കുന്നതിൻ്റെ ഒക്കെ ഒരു തിരക്കിലായിരുന്നു. അപ്പോൾ ഇപ്പം ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓണത്തിൻ്റെ ഉപ്പേരി, മറ്റേ അച്ചപ്പം, മുറുക്ക് ഒക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ കുറേ സമയം കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സന്ധ്യ
ആയിട്ടുണ്ട്, വിളക്ക് കത്തിക്കുന്ന ടൈമായി. അപ്പോൾ അമ്മ വിളക്ക് കത്തിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് സമയം പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങണം. നമുക്ക് ഈ ഒരു സന്ധ്യ സമയത്ത് വിളക്കൊക്കെ കത്തിച്ചിട്ട് മുറ്റത്തോട്ട് നോക്കുമ്പോൾ പീസ്ഫുള്ളായിട്ടുള്ള മൊമെൻ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അന്നത്തെ ദിവസം. അത് കഴിഞ്ഞ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം എഗെയിൻ നമ്മൾ അടുത്ത ഒരു വിളക്ക് കത്തിക്കലാണ് കാണുന്നത്. ഇതും ഒരു ഈവനിങ് ടൈമാണ്. എനിക്ക് തോന്നുന്നു ഏതോ ഒരു ദിവസം അവധി വന്ന ദിവസമായിരുന്നു, October 2 ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ അവധി ഉണ്ടായിരുന്ന ദിവസം ഇങ്ങനെ നമ്മൾ വൈകിട്ട് വിളക്കൊക്കെ കത്തിച്ച് എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വീഡിയോ കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എടുക്കുന്നൊരു വീഡിയോ ആണ്. ഇതിപ്പോൾ ഒരു സന്ധ്യ സമയമാണ്, ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എന്താണ് വീഡിയോയുമായിട്ട് വന്നതെന്നല്ലേ നോക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ കാറ് നമ്മുടെ സ്റ്റോറിൻ്റെ അവിടെ കൊണ്ടിടാൻ നേരത്ത് അവിടെ പാർക്കിംഗ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ റോഡിൻ്റെ സൈഡിലോട്ട് നീക്കിയിട്ടു. സൈഡിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും കുറച്ച് ഒതുക്കിയാണ് ഇട്ടത്. വെള്ളത്തിൽ കയറി അടിച്ചു തെറിപ്പിക്കാനുള്ള സംഭവങ്ങളൊന്നും ഇല്ല. പക്ഷേ ഞാൻ തിരിച്ച് വന്ന സമയത്തേക്ക് നമ്മുടെ വണ്ടി ഒരു സൈഡ് ഫുള്ള് മൊത്തം അടിച്ച് കയറ്റി അഴുക്കൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. 2 days ആയി. അപ്പോൾ ഞാൻ ശനിയും ഞായറും ഇന്നിപ്പോൾ വീട്ടിലുള്ളത് കൊണ്ട് ശനിയാഴ്ച ചെയ്യാമെന്ന് വെച്ചിട്ട് നടന്നില്ല. ഇന്നിപ്പോൾ ഞായറാഴ്ച ഈവനിങ് ആയിട്ടുണ്ട്. ഇനിയും ചെയ്തില്ലെങ്കിൽ ഇത്രയും അഴുക്കുമായിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് പോവേണ്ടി വരും. അതുകൊണ്ട് നമ്മളിവിടെ ക്ലീനിങ് പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, അപ്പോൾ നമ്മൾ കാറൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ചുമ്മാ ഇങ്ങനെ നമ്മളുടെ മുറ്റത്തൂടെ നടക്കുകയാണേ. അപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് ഈ നേച്ചർ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, സൗണ്ട്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ കിളികളുടെയൊക്കെ സൗണ്ട് കേട്ട് ഞാൻ കുറച്ച് സമയം സൈലൻ്റ് ആയിട്ടിരിക്കാമേ. അപ്പം നിങ്ങൾക്കും കേൾക്കാം സൗണ്ട്സ്. അപ്പോൾ ഞാൻ ഒന്ന് കേൾപ്പിച്ച് തരട്ടെ. കിളികളൊക്കെ ഇവിടെ കൂടി ഇരുന്ന് കരയുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു കീക്കി സൗണ്ട് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ടിങ്ങനെ തോർന്ന് നിൽക്കുന്നൊരു അന്തരീക്ഷമാണ്. നല്ല നല്ല കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ. ഞാൻ ഇവിടെ ആകാശമൊക്കെ കാണിച്ചു തരാം. നല്ല ചുമന്നിരിപ്പുണ്ട്. പ്രത്യേക ഒരു വൈബാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാളായി ഞാനിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഫ്രീ ആയിട്ടിരുന്ന് കാമായിട്ടിരുന്ന് നേച്ചറൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയൊന്നും നമ്മളിപ്പോൾ ശ്രദ്ധയൊന്നുമില്ല. ജസ്റ്റ് പോകുക, വരിക, രാവിലെ പോവുക, ഈവനിങ് വരിക, ഉറങ്ങുക, ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക. ഇത് തന്നെയല്ലേ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും മാറി നമ്മൾ ഒരു ഡേയിൽ ഒരു ഇച്ചിരി സമയമെങ്കിലും റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ, ഇങ്ങനെ നമ്മളിതൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഞാൻ ഈ ഒരു ആകാശവും കൂടെ കാണിച്ചു തരാമേ. ഭയങ്കര രസമായിട്ടുണ്ട്. ഒന്നുമില്ല, നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാവും എന്ന് വിചാരിച്ച് ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിച്ചാണ്. ഇനി നമ്മളുടെ വ്ളോഗ്സിൽ അടുത്ത ഡേയിൽ ഇനി എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് വരുമ്പോഴത്തേക്ക് അതും കൂടി ആഡ് ചെയ്യാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ചട്ടാ, ബൈ ബൈ. ഇത് നമ്മുടെ നവരാത്രി പ്രമാണിച്ച് നമ്മളൊരു ലുക്ക് ചെയ്താണ്. നമ്മളപ്പോൾ നവ്യ ചേച്ചിയുടെ ഒരു അടിപൊളി ഒരു ലുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തതാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മളുടെ ഇൻസ്റ്റ പേജിലിട്ടിട്ടുണ്ട്. ഞാനപ്പോൾ യൂട്യൂബിലും കൂടി ഷോർട്സ് ആയിട്ട് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അങ്ങനെ അപ്പോൾ അതും കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിട്ടുണ്ട് രാവിലെ. അപ്പോൾ ഞാൻ എണ്ണീറ്റ് വന്നപ്പോഴത്തേക്കും, ഇതിപ്പോൾ സൺഡേ ആണ്, സൺഡേയിൽ രാവിലെ ഞാൻ എണ്ണീറ്റ് വന്നപ്പോഴത്തേക്കിനുണ്ട് ഇവിടെ ഭയങ്കര ക്രിക്കറ്റ് കളി നടക്കുന്നു, അച്ഛനും മോനും കൂടെ. അപ്പോൾ തലേന്ന് എനിക്ക് നല്ല ഉറക്കമുള്ളത് കൊണ്ട് നമ്മൾ ഫ്രൈഡേ ഈവനിങ് മൂവിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ്റർഡേ അഗെയിൻ ഷോപ്പിൽ രാവിലെ പോയി. അങ്ങനെ ഫുൾ ടയേർഡായിരുന്നു. അപ്പം സൺഡേ മോർണിംഗ് ഞാനൊരു 7:30 എണ്ണീറ്റപ്പോൾ. അപ്പോൾ വന്നപ്പോൾ 2 പേരുടെ ഭയങ്കര കളിയാണ്. തലേന്ന് ശനിയാഴ്ച
ഉച്ചയ്ക്ക് രണ്ടുപേരും നല്ല പൂര ഉറക്കമൊക്കെ ഉറങ്ങിയതാണ്. അങ്ങനെ രണ്ടുപേർക്കും ഉറക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ എണീറ്റ് ക്രിക്കറ്റ് കളി തുടങ്ങി. അപ്പം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്നേ കാപ്പിയും പാലും ഒക്കെ തിളപ്പിക്കാമെന്ന് വെച്ചു. ശ്രീക്ക് നമ്മളിതാ സ്പെഷ്യലായിട്ട് ഹോട്ട് ചോക്ലേറ്റ് ആണ് ഉണ്ടാക്കിയത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്ന് ഒരു പാലിട്ടൊരു കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പൊതുവേ ഇപ്പോൾ രാവിലെ അങ്ങനെ കാപ്പി കുടിക്കാറില്ല. അപ്പം ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ സൺഡേ ദിവസങ്ങളിൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുക, കുടിക്കുക, ഇതൊക്കെ തന്നെ നമ്മളുടെ പ്രധാനപ്പെട്ട പരിപാടി. പിന്നെ റെസ്റ്റ് എടുക്കുക, പിന്നെ നമ്മളുടെ ക്ലീനിങ് പരിപാടികൾ കാണും. അപ്പം കാപ്പിയൊക്കെ ആയിട്ട് രണ്ടുപേർക്കും പെട്ടെന്ന് ചെല്ലട്ടെ. അവർ കളിച്ച് ക്ഷീണിച്ചിരിക്കുകയായിരിക്കും. പറ്റുന്നെങ്കിൽ എനിക്കും കൂടെ പോയി കളിക്കണം എന്നുണ്ട്. രാവിലെ ആയതുകൊണ്ട് ഇന്ന് രാവിലെ മുറ്റത്ത് ഭയങ്കര വെയിലൊന്നുമില്ല, ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ടിരിക്കുകയാണ്. ഒരു ചെറിയൊരു മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ട്, ഒരു തണുപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഇവിടെ നിന്ന് കളിക്കാൻ പറ്റിയൊരു അന്തരീക്ഷമാണ്. ശ്രീക്ക് പിന്നെ നമ്മൾ കളി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർത്തുന്നതേ ഇഷ്ടമല്ല. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അവൻ്റെ കൂടെ ആരെങ്കിലും കളിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ കുറേ സമയം കൊണ്ട് ശ്രീയുടെ ഒരു ഫോണും വെച്ചിട്ട് ഇരിക്കുകയാണ്, ശ്രീ അടിക്കുന്നത് കിട്ടാൻ വേണ്ടി. ഞാൻ കറക്റ്റ് ഫോൺ ഓഫ് ആക്കുമ്പം ഇവൻ 6 ഒക്കെ അടിച്ച് പറത്തും. ഞാൻ എഗെയിൻ ഓണാക്കുന്ന സമയത്ത് ഇവനെ സ്റ്റമ്പ് കൊണ്ടിട്ട് തോക്കുന്നതായിരിക്കും കാണുന്നത്. അങ്ങനെ ഒന്നും പറയണ്ട, ഭയങ്കര രസമായിരുന്നു. രാവിലെ ഇതാണ് നമ്മളുടെ പരിപാടി. ഇനി കുറേ സമയം ഇങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്ത് അങ്ങനെയൊക്കെ ഇരുന്നതിന് ശേഷം ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ ഓരോ പരിപാടികൾ, ക്ലീനിങ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത്. ഇനി ഇന്നത്തെ ഡേയിലെ കുറേ അധികം പണികൾ കാണും. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കലൊന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.